ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് എൻക്വയറീസിന് വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് വേഗം ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റേ ആൾക്കാരെക്കാട്ടിലും മുമ്പേ നിങ്ങൾക്ക് എല്ലാം ആക്സസ് കിട്ടും. അതല്ലാണ്ട് ബോണസ് റീഡിങ്സും നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, മെമ്പേഴ്സിനേ ഉള്ളൂ, അത് നോൺ മെമ്പേഴ്സിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. ജോയിൻ ബട്ടൺ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ, അതിന് ക്ലിക്ക് ചെയ്ത എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് എന്ന് നോക്കാം. കറണ്ട് ഫീലിങ്സിൽ നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം എല്ലാം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അവിടെ ചെല്ലാം. അപ്പോൾ ഏരീസ്, നമ്മൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് എന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, ഓവറോൾ എനർജി ഈ സമയത്ത് 3 of Swords ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി സ്റ്റാർ. നിങ്ങൾ രണ്ടാളുടെയും ഈ സമയത്ത് കറന്റ് സിറ്റുവേഷൻ 10 of Pentacles. അപ്പോൾ ഇതൊരു മാരേജിന്റെ സിറ്റുവേഷൻ ആയിരിക്കാം. ഇവിടെ ഞാനൊരു ഫാമിലി കാണുന്നുണ്ട്. ഓക്കെ, മാരേജ് അല്ല വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളും ഒരു സീരിയസ് റിലേഷൻഷിപ്പിലായിരുന്നു, നിങ്ങൾ മാരി ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ ഒരു ബ്രേക്കപ്പ് ആണ് ഞാൻ കാണുന്നത്, ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് കാണുന്നത്. ഈ പേഴ്സന്റെ സൈഡിൽ അക്വേരിയസ് എനർജി, ഇവർ ഹീലിയാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഹാർട്ട് ബ്രേക്കിന്. അവരും ഈ സിറ്റുവേഷൻ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ എന്തോ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ എനർജി 3 of Swords എന്തുകൊണ്ടാണ്? Page of Swords, 4 of Pentacles, King of Cups. ഈ പേഴ്സന്റെ എനർജി സ്റ്റാർ എന്തുകൊണ്ടാണ്? ടവർ, 9 of Pentacles, Hierophant. ഈ സിറ്റുവേഷനിൽ 10 of Pentacles എന്താണ്? അപ്പോൾ ക്ലിയർലി ഈ റിലേഷൻഷിപ്പിന് ആരോ വാക്ക് അവേ ചെയ്തിരിക്കണു. എന്നുവെച്ചാൽ ഇതൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആയിരുന്നു, ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ ആരോ ഇവിടെ വാക്ക് അവേ ചെയ്തിരിക്കണു, ആരോ ഇമോഷണലി ഡിറ്റാച്ച് ആയിരിക്കണു. നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടായി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അതല്ല വെച്ചാൽ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഇവിടെ ഒരു എനർജി നിങ്ങൾ വിഡ്രോ ചെയ്തിരിക്കണു. എന്നുവെച്ചാൽ എന്തോ ഈ ഇൻഫർമേഷനെ കുറിച്ച് നിങ്ങൾ കുറച്ച് അപ്സെറ്റായി, ഓറൽസ് എന്തോ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ഇൻഫർമേഷൻ ഈ പേഴ്സൺ തന്നെ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്, ഓറൽസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു വേറെ സോഴ്സിന്. എന്തായാലും ഇവിടെ ഒരു നിങ്ങൾ എനർജി വിഡ്രോ ചെയ്തിരിക്കണോ. ഇവിടെ ഒരു വേറെ പേഴ്സൺ കാണാണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തത്. ഈ പേഴ്സന്റെ എനർജിയിൽ ടവർ ആണ്, സ്കോർപിയോ എനർജി. അപ്പോൾ ഇവിടെ ഒരു ഷോക്കിംഗ് എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. എന്തോ അൺഎക്സ്പെക്റ്റഡ്ലി ചേഞ്ച് ആയിട്ടുണ്ട് ഈ പേഴ്സന്റെ ലൈഫിൽ. ആൻഡ് അതുകൊണ്ട് അവർ ഇപ്പോൾ ഒരു സിംഗിൾ എനർജിയിലാണ്. ഇത് ഒരു മാരേജിന്റെ കാർഡാണ്, ഒരു ട്രഡീഷൻസിന്റെ കാർഡാണ്. പക്ഷെ അവർ ഈ സമയത്ത് ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജിയിലാണ്. ആൻഡ് അവർ അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടായേ? പാസ്റ്റില് എന്താണ് ഉണ്ടായേ? ഇവിടെ എന്തുകൊണ്ടാണ് 8 of Cups കാണുന്നത്? എന്താണ് ഇഷ്യൂ ഇവിടെ? പാസ്റ്റിന്റെ ഇഷ്യൂ ഫൂൾ, ഏരീസ് എനർജിയാണ് ഇത് നിങ്ങളുടെ എനർജി. 4 of Wands and 4 of Cups. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ
ഇത് നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഇതൊരു മ്യൂച്വൽ എനർജിയാണ്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങളുടെ സൈഡിനായിരിക്കാം, നിങ്ങളുടെ പേഴ്സന്റെ സൈഡിനുമായിരിക്കാം. ഇവിടെ പക്ഷെ ഞാൻ കാണുന്നത് ഏരീസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കുറെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് മാതിരിയാണ് ഇവിടെ കാണുന്നത്. ഓപ്പൺ അല്ലച്ചാ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യണ്ടായില്ല. കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാച്ചാലും അവരുടെ ബിഹേവിയർ കുറച്ചൊരു റാഷ് ആയിരുന്നു. അവരുടെ ബിഹേവിയർ ഒരു സിംഗിൾ പേഴ്സന്റെ മാതിരിയായിരുന്നു. അവർ വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, പക്ഷെ ഒരു പേഴ്സന്റെ ബിഹേവിയർ ഇവിടെ ഒരു റിലേഷൻഷിപ്പിലുള്ള പേഴ്സന്റെ എനർജി അല്ല, കുറച്ചുകൂടിയും ഒരു ഓപ്പൺ ആയി ഫ്രീ ആയിട്ട് ഒരു പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ മേ ബി ഇവിടെ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പേഴ്സൺ ഇവിടെ മറ്റേ പേഴ്സൺ ഇവിടെ അവർക്ക് ഇൻട്രസ്റ്റ് കുറയാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു സെക്യൂരിറ്റി പേഴ്സൺ ഫീൽ ചെയ്യണ്ടായില്ല. അതുകൊണ്ട് ഇവിടെ അവർ എഫേർട്ട് ഇടാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്? നിങ്ങളുടെ സൈഡിന് എന്താണ് ചാലഞ്ച് ഈ റിലേഷൻഷിപ്പിൽ? നിങ്ങളുടെ ഭാഗത്തിന് എന്താണ് ചാലഞ്ച്? 6 of Wands. ഈ 6 of Wands എന്താണ് നിങ്ങളുടെ ഭാഗത്തിൽ? വേൾഡ്. ഈ പേഴ്സന്റെ സൈഡിന് എന്താണ് ചാലഞ്ച്? സ്ട്രെങ്ത്. 6 of Pentacles. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കാണുന്നത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് വേറെ ഗോൾസും എംബിഷൻസ് ഉണ്ട് ലൈഫിൽ. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുണ്ട്. ഇവിടെ ഒരു പറഞ്ഞ ഫെയിം ആൻഡ് സക്സസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യണം എന്നുണ്ടാവും. ഓറൽസ് ഓൾറെഡി നിങ്ങൾ ഫേമസ് ആണ്, നിങ്ങൾ ഓൾറെഡി വെൽ നോൺ ആണ്, പോപ്പുലർ ആണ്, കരിയറിൽ നിങ്ങൾക്ക് കുറെ റെക്കഗ്നിഷൻ ഉണ്ട്. പക്ഷെ അതുണ്ടായോണ്ട് നിങ്ങളുടെ ഫോക്കസ് മേ ബി റിലേഷൻഷിപ്പിൽ അത്രയല്ല, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളാണ് പ്രയോറിറ്റി ഇപ്പോൾ ഈ സമയത്ത്. ആൻഡ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കരിയറിൽ അത്ര ഫോക്കസ് ചെയ്യണില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, പുറമെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പാൻഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് വേറെ ആൾക്കാർ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങൾ അതിലാണ് നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലല്ല. ഈ പേഴ്സന്റെ സൈഡിൽ ഇവർ കുറെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇംബാലൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഇവരുടെ സൈഡിന് കുറെ എഫേർട്ട് ഉണ്ട്, നിങ്ങളുടെ സൈഡിന് അത്ര ഇൻപുട്ട് ഇല്ല ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് ഈ പേഴ്സൺ കുറെ സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ എവിടെയോ ഇപ്പോൾ അവർക്ക് ആ പേഷ്യൻസ് ഇല്ലാണ്ടായി. ഓക്കെ, എന്നുവെച്ചാൽ അവർക്ക് തോന്നാൻ തുടങ്ങി ഇതൊരു ഇംബാലൻസ് റിലേഷൻഷിപ്പ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്, ഓരൽസ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇന്റൻഷൻസ് എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഫ്യൂച്ചറിൽ എന്താണ് ഇന്റൻഷൻ? ഇവിടെ ലവേഴ്സ്. ഈ ലവേഴ്സ് എന്താണ്? ജെമിനായി എനർജി. ഈ പേഴ്സന്റെ സൈഡിൽ എന്താണ് ഇന്റൻഷൻസ്? പേജ് ഓഫ് കപ്സ്, 9 of Cups. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇന്റൻഷൻ എന്തോ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ പോണത്. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ ഞാനൊരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ മേ ബി ഒരു വേറെ പേഴ്സന്റെ കൂടെ ഇൻവോൾവ് ആണെച്ചാൽ അത് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് അവിടെ. അതല്ലച്ചാൽ മേ ബി നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഈ പേഴ്സന്റെ സൈഡിലും ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. 9 of Cups ആൻഡ് പേജ് ഓഫ് കപ്സ്. അപ്പൊ ഇവരും ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്നു. അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഇത്. അപ്പൊ അവരും ആരോ ഒരു പുതിയ പേഴ്സണെയാണ് മീറ്റ് ചെയ്യണത്. അപ്പൊ ഇവിടെ ഔട്ട്കം എന്താണ്? നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം കിങ് ഓഫ് പെന്റിക്കിൾസ്. അതൊരു ടോറസ് എനർജിയാണ്. സൺ,
ടെൻ ഓഫ് വാൺസ്. അപ്പൊ ഇവിടെ ഒരു ബാഗേജ് നിങ്ങൾ റിലീസ് ആണ് ചെയ്യണം, പാസ് ബാഗേജ്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഒരു ടോറസ് എനർജിയാണ്, പക്ഷെ ഇവിടെ ഒരു കുറെ ക്ലാരിറ്റി ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. മേ ബി കിങ് ഓഫ് പെന്റിക്കിൾസ് ഒരു ഫിനാൻഷ്യൽ കാര്യമായിരിക്കാം. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ ഓറൽസ് മേ ബി നിങ്ങളുടെ രണ്ടാളുടെയും ജോയിന്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവിടെ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാച്ചാലും ഫ്യൂച്ചറിൽ ഉണ്ടാവും. പക്ഷെ ഫിനാൻസസിനെ കുറിച്ച് ഇവിടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. മേ ബി ഇപ്പോൾ ഒരു ഡിവോഴ്സിന്റെ കാര്യമാണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിട്ട് വേണം ഇത് എൻഡ് ചെയ്യാൻ, അങ്ങനത്തെ ഒരു കാര്യമായിരിക്കാം. ഓറൽസ് മേ ബി നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ ഒരു വേറെ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലും കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഹാപ്പിനെസ് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടും ഫ്യൂച്ചറിൽ എന്താ വേണ്ടേ. എനിവേ നിങ്ങൾ ഈ ബേർഡനെ റിലീസ് ചെയ്യാനാണ് നോക്കണത്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഈ പുതിയ ബിഗിനിങ് ഈ പേഴ്സന്റെ കൂടെ ആവാം, ഓറൽസ് ഒരു പുതിയ പേഴ്സന്റെ കൂടെ ആവാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടാളും നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണേ. എന്നുവെച്ചാൽ ഇവിടെ ഹാങ് മാൻ ഉണ്ട്. അപ്പൊ എന്തോ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണു, റിലീസ് ചെയ്യണു. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം റിലീസ് ചെയ്യുന്നുണ്ടാവുക, ഓറൽസ് പ്രോബ്ലംസിനെ റിലീസ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒറക്കിൾ മെസ്സേജ് ഏരീസ്. Calling in your soulmate, your prayers, affirmation and visualizations help bring you together. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രൂ സോൾമേറ്റിനെയാണ് വിളിക്കുന്നത്, അട്രാക്ട് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് അല്ലച്ചാൽ നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ അവരെ മീറ്റ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സോൾമേറ്റും നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ആവണത്. അപ്പോൾ ആ സിറ്റുവേഷൻ വെരി സൂൺ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ലൈഫിന്റെ ട്രൂ സോൾമേറ്റിനെ നിങ്ങൾ വെരി സൂൺ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് യൂട്യൂബിൽ, എൻ്റെ ചാനലിൽ. അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് അവിടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കെല്ലാം കിട്ടും. അത് അല്ലാണ്ട് ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.